നമസ്കാരം, AT മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ പേരുകൾ പരിശോധിക്കുമ്പോൾ വിജയ് കേഡിയ എന്ന പേര് മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. തന്റെ പ്രസിദ്ധമായ സ്മൈൽ എന്ന കൺസെപ്റ്റ്, അതായത് സ്മോൾ ഇൻ സൈസ്, മീഡിയം ഇൻ എക്സ്പീരിയൻസ്, ലാർജ് ഇൻ ആസ്പിറേഷൻ, എക്സ്ട്രാ ലാർജ് ഇൻ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന തത്വശാസ്ത്രത്തിലൂടെ അറിയപ്പെടുന്ന കേഡിയ പ്രയാസകരമെങ്കിലും അത്യാവശ്യമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കമ്പനികളുടെ മൂല്യം മുൻകൂട്ടി കണ്ടെത്തുന്നതിൽ വിദഗ്ധനാണ്. അതുൽ ഓട്ടോയുമായുള്ള കമ്പനിയുമായി അദ്ദേഹത്തിന്റെ ബന്ധം ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒന്നല്ല, മറിച്ച് ഉയർന്ന ആത്മവിശ്വാസത്തോടെയുള്ള വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ ഒരു ദശാബ്ദ കാലത്തെ അനുഭവ പാഠമാണ്. കുറഞ്ഞത് 2015 ഡിസംബർ മുതലെങ്കിലും അദ്ദേഹം ഈ കമ്പനിയുടെ ഓഹരികൾ തന്റെ പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ അദ്ദേഹം ഇത് വാങ്ങിയിരിക്കാം. എന്നാൽ trendline.com ലഭ്യമായ ഏറ്റവും പഴയ കണക്ക് ഇതാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ വ്യക്തിഗത പോർട്ട്ഫോളിയോയ്ക്ക് കീഴിൽ 18.2% ഓഹരി പങ്കാളിത്തവും അദ്ദേഹത്തിന്റെ ഹോൾഡിംഗ് കമ്പനിയായ കേഡിയ സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി മറ്റൊരു 2.7% ഓഹരി പങ്കാളിത്തവും കമ്പനിയിലുണ്ട്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അതുൽ ഓട്ടോ എന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിലെ ഒരു പഴയ കാലഘട്ടത്തിന്റെ അവശിഷ്ടമായി തോന്നാം. ഗ്രാമീണ ഇന്ത്യയിലെ മോശം റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന ഡീസൽ 3 വീലറുകളിൽ വൈദഗ്ധ്യം നേടിയ ഒരു കമ്പനി. എന്നിരുന്നാലും ഈ ഓഹരിയിലുള്ള കേഡിയയുടെ അചഞ്ചലമായ വിശ്വാസം സൂചിപ്പിക്കുന്നത് അതുൽ ഓട്ടോ ഒരുപക്ഷെ ഭാവിയിൽ ചരിത്രം സൃഷ്ടിക്കുന്ന കമ്പനിയായിട്ടാണ്. കേഡിയയ്ക്ക് ഈ കമ്പനിയോടുള്ള താല്പര്യം കേവലം ഒരു ബാലൻസ് ഷീറ്റിലല്ല, മറിച്ച് 1970-കൾ മുതൽ എല്ലാ വലിയ സാമ്പത്തിക പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറിയ ഒരു കുടുംബം നയിക്കുന്ന എഞ്ചിനീയറിംഗ് സംസ്കാരത്തിലാണ്. ടെസ്ല അല്ലെങ്കിൽ BYD പോലുള്ള ആഗോള ഭീമന്മാർ നഗരങ്ങളിലെ ഏറ്റവും ഉയർന്ന 1% വരുന്ന സമ്പന്നരെ ലക്ഷ്യം വെക്കുമ്പോൾ അതുൽ ഓട്ടോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ടയർ 3, ടയർ 4 പട്ടണങ്ങളിലെ ദശലക്ഷക്കണക്കിന് വീടുകളിലേക്ക് പാൽ, പച്ചക്കറികൾ, ആമസോൺ പാക്കേജുകൾ എന്നിവ എത്തിക്കുന്ന സാധാരണക്കാരിലേക്കാണ്. വർഷങ്ങളോളം അതുൽ ഓട്ടോയുടെ കോർപ്പറേറ്റ് ഘടന സ്ഥാപനാപരമായ വിശകലന വിദഗ്ധരെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലായി രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു. പ്രധാന ബിസിനസ്സായ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വാഹനങ്ങളുടെ മാതൃ കമ്പനിയിലാണ് നിലനിന്നിരുന്നത്. അതേസമയം ഭാവിയിലേക്കുള്ള ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള ഇലക്ട്രിക് വാഹന പരീക്ഷണങ്ങൾ അതുൽ ഗ്രീൻ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അനുബന്ധ കമ്പനിയിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. 2026 ജനുവരി പകുതിയോടെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഈ സാഹചര്യം അവസാനിപ്പിക്കാൻ നിർണായകമായ ഒരു നീക്കം നടത്തി. അതുൽ ഓട്ടോയുടെ വിജയഗാഥയുടെ കാതൽ തങ്ങളുടെ എഞ്ചിനീയറിംഗ് മികവിനെ കാലത്തിനനുസരിച്ച് മാറ്റിയെടുക്കാനുള്ള കഴിവിനാലാണ്. പതിറ്റാണ്ടുകളായി ഈ ബ്രാൻഡ് അറിയപ്പെട്ടിരുന്നത് അതിന്റെ വൈബ്രേറ്റഡ് ഡീസൽ എഞ്ചിനുകളിലൂടെയായിരുന്നു. പരിഷ്കൃതമായ രൂപത്തെക്കാൾ ഉപരി അതിന്റെ കരുത്തിനും ഈടുനിൽപ്പിനുമായിരുന്നു അത് പ്രശസ്തം. റോഡുകൾ വെറും പേരിന് നിലനിൽക്കുന്ന ഉൾനാടൻ ഇന്ത്യയിൽ തകർക്കാൻ പറ്റാത്ത ഒന്നാണ് അതുൽ എന്ന ഖ്യാതി ആ ബ്രാൻഡ് നേടിയെടുത്തു. L5 ഇലക്ട്രിക് വിഭാഗത്തിലേക്കുള്ള മാറ്റം വെറും ഒരു ഇന്ധനമാറ്റം മാത്രമല്ല, മറിച്ച് ആ വാഹനത്തിന്റെ DNA-യിൽ തന്നെയുള്ള അടിസ്ഥാനപരമായ മാറ്റമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ അധ്വാനങ്ങൾ നടക്കുന്നത് L5 വിഭാഗത്തിലാണ്. കരുത്തുറ്റ 3 വീലറുകൾ. ഡൽഹിയിലോ മുംബൈയിലോ കാണുന്ന ഭാരം കുറഞ്ഞ L3 റിക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി 500 മുതൽ 700 കിലോ വരെ ഭാരം വഹിക്കാൻ L5 വാഹനങ്ങൾക്ക് അത്യാധുനിക ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റങ്ങളും ഉയർന്ന ടോർക്കുള്ള മോട്ടോറുകളും ആവശ്യമാണ്. തങ്ങളുടെ പവർ ട്രെയിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിൽ അതുൽ ഓട്ടോ വലിയ ശ്രദ്ധ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ പല പുതിയ EV സ്റ്റാർട്ടപ്പുകളും ചൈനീസ് ഘടകങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ പുറത്തിറക്കുമ്പോൾ അതുൽ തങ്ങളുടെ രാജ്കോട്ട് എഞ്ചിനീയറിംഗ് പാരമ്പര്യം ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ കാലാവസ്ഥയിലെ ചൂടും അമിത ഭാരവും താങ്ങാൻ ശേഷിയുള്ള ഷാസികളും സസ്പെൻഷൻ സിസ്റ്റങ്ങളും നിർമ്മിച്ചെടുക്കുന്നു. പഴയ ഡീസൽ എഞ്ചിനുകൾക്ക് ഗ്രാമീണ ഉപഭോക്താക്കൾ നൽകിയിരുന്ന അതേ കരുത്തും വിശ്വാസ്യതയും ഈ നിശബ്ദമായ ഇലക്ട്രിക് മോട്ടോറുകൾക്കും നൽകുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. 2026 സാഹചര്യങ്ങൾ 5 വർഷം മുമ്പുള്ളതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. അതുൽ ഓട്ടോ ഇപ്പോൾ പ്രാദേശിക കമ്പനികളോട് മാത്രമല്ല മത്സരിക്കുന്നത്, മറിച്ച് ബജാജ് ഓട്ടോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ വമ്പന്മാരുമായുള്ള നേരിട്ടുള്ള മത്സരത്തിലാണ് കമ്പനി ഇപ്പോൾ. എങ്കിലും ഗ്രാമീണ വിപണിയിൽ അതുൽ ഓട്ടോയ്ക്ക് തനതായ ഒരു ആധിപത്യമുണ്ട്. വലിയ കമ്പനികൾക്ക് പോലും അത്ര എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ഉൾനാടൻ വിപണികളിൽ അതുൽ ഓട്ടോയുടെ വിതരണ ശൃംഖല അത്രമേൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ട്. 2026-2027 സാമ്പത്തിക വർഷത്തിൽ വാഹനങ്ങളുടെ വിൽപ്പനയിൽ 30% വർധനവ് എന്ന വലിയ ലക്ഷ്യമാണ് മാനേജ്മെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് നേടിയെടുക്കണമെങ്കിൽ കമ്പനിക്ക് വളരെ കൃത്യമായ ഒരു ബാലൻസിംഗ് ആവശ്യമാണ്. നിലവിൽ വരുമാനം നൽകുന്ന ICE വിഭാഗത്തിലെ ആധിപത്യം നിലനിർത്തുന്നതോടൊപ്പം തന്നെ EV കാർഗോ വിഭാഗത്തിലെ വിപണി വിഹിതം സജീവമായി പിടിച്ചെടുക്കുകയും വേണം. ഇലക്ട്രിക് 3 വീലറുകളുടെ കാർഗോ പതിപ്പുകൾക്ക് വലിയ ലാഭസാധ്യതയാണുള്ളത്.
കാരണം ഇ കൊമേഴ്സ് ഭീമന്മാരും FMCG കമ്പനികളും തങ്ങളുടെ ചരക്ക് നീക്കം പരിസ്ഥിതി സൗഹൃദമാക്കാൻ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഈ മാറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കൃത്യമായ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. 2026 ഫെബ്രുവരി 19 കണക്കനുസരിച്ച് 1388 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിക്ക് രാജ്കോട്ടിലും അഹമ്മദാബാദിലുമായി 2 നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഓരോ യൂണിറ്റിനും പ്രതിവർഷം 60,000 വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയുമുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഹമ്മദാബാദ് യൂണിറ്റിലെ ഗ്രീൻഫീൽഡ് വിപുലീകരണത്തിലൂടെ കമ്പനി അതിന്റെ ഉൽപാദന ശേഷി ഇരട്ടിയാക്കി. സാമ്പത്തിക വശങ്ങൾ പരിശോധിച്ചാൽ കമ്പനിയുടെ വിൽപ്പന 2020 സാമ്പത്തിക വർഷത്തിലെ 625 കോടി രൂപയിൽ നിന്ന് 2025 723 കോടി രൂപയായി വളർത്തി. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ കമ്പനി 584 കോടി രൂപയുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. എബിറ്റ 2020 71 കോടി രൂപയായിരുന്നത് 2025 52 കോടി രൂപയായി കുറഞ്ഞു. എന്നാൽ 2026 മൂന്നാം പാദത്തിൽ മാത്രം രേഖപ്പെടുത്തിയ എബിറ്റ 57 കോടി രൂപയാണ്. അറ്റാദായത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ കമ്പനി നേരിട്ടെങ്കിലും 2023 സാമ്പത്തിക വർഷത്തിന് ശേഷം തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതുൽ ഓട്ടോയുടെ ഓഹരി വില 2021 ഫെബ്രുവരിയിൽ 190 രൂപയായിരുന്നു. 2026 ഫെബ്രുവരി 19 ഇത് 500 രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുന്നു. അതായത് 5 വർഷത്തിനുള്ളിൽ 160% വർധനവ്. വാല്യുവേഷൻ നോക്കിയാൽ കമ്പനിയുടെ ഓഹരി നിലവിൽ 39 ടൈംസ് PE അനുപാതത്തിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഈ മേഖലയിലെ ഇൻഡസ്ട്രി മീഡിയൻ 44 ടൈംസ് ആണ്. കമ്പനിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി PE 28 ടൈംസ് ആണ്. ഇത് ഇതേ കാലയളവിലെ ഇൻഡസ്ട്രി മീഡിയന് തുല്യമാണ്. കുറഞ്ഞ ലാഭം കാരണം PE അല്പം ഉയർന്നതായി തോന്നാം. ഇത് പ്രധാനമായും EV വിഭാഗത്തിലെ കനത്ത നിക്ഷേപം കാരണമാണ്. എന്നാൽ അതുൽ ഗ്രീൻ ടെക്കുമായുള്ള ലയനത്തിന് ശേഷം ഇത് സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം 0.3 ആണ്. ഈ മേഖലയിലെ ശരാശരി 0.6 ആണെന്നിരിക്കെ സമാന കമ്പനികളെക്കാൾ കരുത്തുറ്റ ബാലൻസ് ഷീറ്റാണ് അതുൽ ഓട്ടോയുടേത്. EV മേഖലയിലേക്കുള്ള മാറ്റത്തിനായി മിക്ക കമ്പനികളും കടത്തെ വലിയ തോതിൽ ആശ്രയിക്കുമ്പോൾ അതുൽ ഓട്ടോ സ്വന്തം പണം ഉപയോഗിച്ചാണ് ഈ മുന്നേറ്റം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. EV ബിസിനസ് മാതൃ കമ്പനിയിലേക്ക് മാറ്റുന്നതിലൂടെ അതുൽ ഓട്ടോ ഇപ്പോൾ ആഗോള അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക്, പ്രത്യേകിച്ച് ലിഥിയം, കൊബാൾട്ട്, നിക്കൽ എന്നിവയുടെ വില വർധനവിന് നേരിട്ട് വിധേയമായിരിക്കുകയാണ്. ഷാസി, ബോഡി എഞ്ചിനീയറിംഗ് എന്നിവയിൽ അതുൽ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ബാറ്ററി സെല്ലുകൾ ഇപ്പോഴും ആഗോളതലത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ചൈനയിലെ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളോ തെക്കേ അമേരിക്കയിലെ നയതന്ത്ര തർക്കങ്ങളോ അവരുടെ ലാഭവിഹിതത്തെ പെട്ടെന്ന് ബാധിച്ചേക്കാം. ഇത്തരം ആഘാതങ്ങൾ താങ്ങാൻ ശേഷിയുള്ള വലിയ ബാലൻസ് ഷീറ്റുള്ള ബജാജിനെ പോലെ അല്ല അതുൽ. കമ്പനിയുടെ ചെറിയ തോതിലുള്ള പ്രവർത്തനം വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് മുന്നിൽ അവരെ കൂടുതൽ ദുർബലരാക്കുന്നു. കൂടാതെ അത്യാധുനികമായ ഒരു EV വിഭാഗത്തെ പഴയകാല ICI കമ്പനിയുമായി ലയിപ്പിക്കുന്നത് കേൾക്കാൻ എളുപ്പമാണെങ്കിലും പ്രായോഗികമായി പ്രയാസകരമാണ്. മെക്കാനിക്കൽ പിസ്റ്റണുകളും ഫ്യൂവൽ ഇഞ്ചക്ടറുകളും നന്നാക്കാൻ ശീലിച്ച ആയിരക്കണക്കിന് തൊഴിലാളികളെ സർക്യൂട്ട് ബോർഡുകളും സോഫ്റ്റ്വെയർ ഫേംവെയറുകളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിന് വലിയ തോതിലുള്ള പുനർപരിശീലനം ആവശ്യമാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ബജാജും മഹീന്ദ്രയും നിശ്ചലരായി നിൽക്കുകയല്ല. അവരുടെ ചേതക്, ട്രിയോ എന്നീ ബ്രാൻഡുകൾക്ക് വലിയ സാമ്പത്തിക പിന്തുണയും വിപുലമായ മാർക്കറ്റിംഗ് ബജറ്റുമുണ്ട്. നഗരവിപണികളിൽ തകരാതെ പിടിച്ചു നിൽക്കാൻ അതുൽ ഓട്ടോയ്ക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മയുള്ള വിശ്വാസ്യതയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പുതിയ അതുൽ ഓട്ടോയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതിന്റെ ആഗോള ലക്ഷ്യങ്ങളാണ്. 2026 തുടക്കത്തിലെ മാനേജ്മെന്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കമ്പനി ഒരു ആഗോള പ്ലാറ്റ്ഫോമായി മാറാൻ തയ്യാറെടുക്കുന്നുവെന്നാണ്. നീരജ് ചന്ദ്രയും സംഘവും ഇന്ത്യയിൽ മാത്രം വാഹനങ്ങൾ വിൽക്കാനല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും വിപണി വ്യാപിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ പൂർണ്ണമായി വാഹനം തന്നെ വിൽക്കുക, എന്നാൽ അന്താരാഷ്ട്ര വിപണികളിലെ പങ്കാളികൾക്ക് പവർ ട്രെയിൻ കിറ്റ് മാത്രം നൽകുക എന്നതാണ് ഇവരുടെ തന്ത്രം. ഈ കിറ്റ് രീതിയിലൂടെ വിദേശ രാജ്യങ്ങളിലെ ഉയർന്ന ഇറക്കുമതി തീരുവകൾ ഒഴിവാക്കാനും അതേസമയം സ്വന്തം ഗവേഷണത്തിലൂടെ ലാഭം നേടാനും അതുൽ ഓട്ടോയ്ക്ക് സാധിക്കും. കുറഞ്ഞ ലാഭമുള്ള ഒരു ഹാർഡ്വെയർ നിർമ്മാതാവ് എന്ന നിലയിൽ നിന്ന് ഉയർന്ന ലാഭമുള്ള ഒരു സാങ്കേതിക വിദ്യാദാതാവ് എന്ന നിലയിലേക്കുള്ള സുപ്രധാനമായ മാറ്റമാണിത്. പഴയ ഇന്ത്യയും പുതിയ ഇന്ത്യയും തമ്മിലുള്ള ഒത്തുചേരലിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അതുൽ ഓട്ടോയുടെ കഥ. പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവും നൽകുന്ന കരുത്തുറ്റ അടിത്തറ ഈ കമ്പനിക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു EV സ്റ്റാർട്ടപ്പിന്റെ ആധുനികവും സാങ്കേതികവുമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും കമ്പനി ശ്രമിക്കുന്നു.
വിജയ് കേഡിയയുടെ പിന്തുണയും പുതുക്കിയ കോർപ്പറേറ്റ് ഘടനയും ഉള്ളതിനാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച നിലയിലാണ് കമ്പനി ഇപ്പോൾ ഉള്ളത്. എങ്കിലും വരാനിരിക്കുന്ന 2 വർഷങ്ങൾ കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണമായിരിക്കും. AGPL ആസ്തികളെ വിജയകരമായി സംയോജിപ്പിക്കുന്നതോടൊപ്പം തന്നെ 30% വിൽപ്പന വളർച്ച നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചാൽ അതൊരു വിജയകരമായ സ്മോൾ ക്യാപ് ഓഹരി എന്നതിലുപരി വലിയൊരു നേട്ടമാകും. ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പരമ്പരാഗത നിർമ്മാണ മേഖലയ്ക്ക് എങ്ങനെ അതിജീവിക്കാമെന്നും വളരാമെന്നുമുള്ള ഒരു മാതൃകയായി അതിലോട്ടോ മാറും. ഈ കഥ എങ്ങനെ അവസാനിക്കുമെന്ന് അറിയാൻ ഈ ഓഹരി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്.